എത്ര ഡയറ്റ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ലേ? വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടിക്കൊണ്ട് വരുവാണോ? നിങ്ങളുടെ കഴുത്തിലും കൈക്കുഴയിലും എല്ലാം കരിവാളിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമൽ ആണ്, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണോ നിങ്ങൾ? ഇതൊരു സാധാരണ പ്രോബ്ലം അല്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ ലക്ഷ്മി, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി, നിർമ്മല മെഡിക്കൽ സെന്റർ, മൂവാറ്റുപുഴ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ എല്ലാവരും അവഗണിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമുക്കിത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ആ ഫുഡിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു. ഈ ഗ്ലൂക്കോസിനെ സെൽസിലേക്ക് കടത്തി അത് പിന്നീട് എനർജിയായി നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ ഈ സെൽസിലോട്ട് ഇതിനെ ഗ്ലൂക്കോസിനെ കടത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇപ്പോൾ നമ്മുടെ ചില ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കാരണം, അതായത് ഒരു സെഡൻറ്ററി ലൈഫ്, വ്യായാമമില്ലായ്മ, പിന്നെ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഷുഗർ ഹൈ കണ്ടന്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്വാഭാവികമായിട്ടും ഷുഗർ കൂടുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ ഇൻസുലിനെ ഉത്പാദിപ്പിക്കുന്നു. ലോങ് റണ്ണിൽ നമ്മുടെ സെൽസ് ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോഴും ബോഡി കൂടുതൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ കൂടി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് വരും. ഇതിനാണ് നമ്മൾ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. കാരണം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലാണ്, നമ്മുടെ ഇൻസുലിൻ ആണ് ഇവിടെ കൂടി നിൽക്കുന്നത്. ഇവിടെ പറയേണ്ട ഒരു പ്രധാന കാര്യം സാർക്കോപീനിയാണ്. സാർക്കോപീനിയ എന്താണെന്നും കൂടി മനസ്സിലാക്കാം, കാരണം അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്വാഭാവികമായിട്ടും ഒരു മസിൽ ലോസ് സംഭവിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. നമ്മുടെ ബോഡിയിൽ മസിലാണ് ഗ്ലൂക്കോസിനെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഓർഗൻ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മസിൽ മാസ് കൂട്ടുന്നതിലൂടെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിലേക്ക് അത് റിവേഴ്സ് ചെയ്യാനും സാധിക്കും. എങ്ങനെയാണ് മസിൽ മാസ് കൂട്ടുന്നത്? എക്സസൈസസിലൂടെ. നമ്മൾ സാധാരണ നടക്കുക, ഓടുക എന്നതിലുപരി സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ്, അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന എക്സസൈസ് വഴിയാണ് മസിൽ മാസ് കൂട്ടാൻ പറ്റുക. ഇതല്ലാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ്, ഷുഗർ ഫുഡ് കണ്ടന്റ് കുറച്ചിട്ട് പ്രോട്ടീൻ റിച്ച് ആൻഡ് ഫൈബർ റിച്ച് ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഉറക്കം എല്ലാ ദിവസവും 8 മണിക്കൂറെങ്കിലും, 7 തൊട്ട് 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് കൺട്രോൾ ചെയ്യുക, മെഡിറ്റേഷൻ എല്ലാം വഴി. നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നിഗ്ലക്ട് ചെയ്താൽ ഭാവിയിൽ ഇത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ എന്നിങ്ങനെയുള്ള ഡിസീസസിലേക്ക് പുരോഗമിക്കുകയും ആ ഒരു സ്റ്റേറ്റിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ജീവിതകാലം മുഴുവൻ നമ്മൾ ആ രോഗത്തിന് അടിമയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോർമൽ റിപ്പോർട്ട്സ് കണ്ട് എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞിരിക്കാതെ ബോഡി തരുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേ അവെയർ, സ്റ്റേ ഫിറ്റ്. താങ്ക് യു.